നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ സ്ഥാപനത്തിന് CMRL കമ്പനിയുടെ ഉടമകളിൽ ഡയറക്ടർമാരായ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനം കടമായി നൽകിയ 77.6 ലക്ഷം രൂപയിലും അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് മുന്നിൽ പുതിയൊരു പരാതി എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും അതുപോലെ തന്നെ ജനപക്ഷം നേതാവുമായിട്ടുള്ള PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ് ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവകരമായ ഒരു വിഷയമായി ഇത് നോക്കിക്കണ്ട് അന്വേഷണം നടത്തണമെന്നും ഈ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അങ്ങനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ഈ പരാതി എത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾ നേരിടേണ്ടി വരുന്നത്. മാസപ്പടി വിവാദത്തിൽപ്പെട്ട കൊച്ചിയിലെ CMRL കമ്പനിയുടെ ഉടമകൾ, അതിൽ ഡയറക്ടർമാരായിട്ടുള്ളവർ നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമാണ് വീണയുടെ കമ്പനിക്ക് 4 വർഷം ഈടില്ലാത്ത ലോണായി ആകെ 77.6 ലക്ഷം രൂപ നൽകിയത്. ഇങ്ങനെയാണ് പരാതിയിൽ പറയുന്നത്. മാസപ്പടിയായി കൈപ്പറ്റിയതിനെ കൂടാതെ മറ്റൊരു ആരോപണമായി തന്നെയാണ് ഇതിനെ കൂടി ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്നത്. 1,72 ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ വാങ്ങിയതിന് പുറമെയുള്ള തുകയായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടതെന്നും ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ സത്യാവസ്ഥ പുറത്തു വരൂ എന്നുള്ള ആവശ്യവും കോടതിയിലേക്ക് ഉന്നയിച്ചിട്ടുണ്ട്. നാളെ ഇക്കാര്യം വളരെ ഗൗരവകരമായി തന്നെ ഉന്നയിക്കാനിരിക്കുകയാണ്. അതേസമയം വീണ വിജയൻ്റെ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് കമ്പനിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് CMRL നൽകിയ മറുപടിയൊക്കെ അവ്യക്തമാണ്. വീണയുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായിട്ടുള്ള ഇടപാട് വളരെ വിശദമായി പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുകയാണ്. കരിമണൽ കമ്പനിയിൽ 13% ഓഹരിയുള്ള KCDC എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനം, അതിൻ്റെ കണക്കുകൾ കൂടി പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിലെന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്വാധീനമുള്ള ഒരു കമ്പനി തന്നെയാണ്, അവർ തന്നെയാണ് അതിൻ്റെ മേൽനോട്ടക്കാരും. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കമ്പനി ഉടമയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുമായ വീണയ്ക്ക് ഇപ്പോഴും മൗനം തന്നെയാണെന്നാണ് അവർ പരാതിപ്പെടുന്നത്. കൊച്ചിയിലെ ശശിധരൻ കർത്തയുടെ CMRL നിന്നും വ്യക്തിപരമായി കൈപ്പറ്റിയ പണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും കർണാടക രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് കൃത്യമായ വിശദീകരണം വീണ വിജയൻ ഇതുവരെ നൽകിയിട്ടില്ല. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്.